സുബഹിക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കുന്നത്. اللهم اهدني فيمن هديت وعافني فيمن عافيت وتولني فيمن توليت. اللهم പടച്ചവനെ ഇഹ്ദിനി ഫീമൻ ഹദൈത്, നീ ആർക്കെല്ലാം സന്മാർഗ ദർശനം നൽകുന്നു റബ്ബേ, എനിക്ക് സന്മാർഗ ദർശനം നൽകണമേ. വആഫിനി ഫീമൻ ആഫൈത്, നീ ആരോഗ്യം നൽകുന്നുവല്ലോ, എനിക്കും ആരോഗ്യം നിലനിർത്തി തരണമേ. ആരോഗ്യമില്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റുമോ? ആരോഗ്യമില്ലെങ്കിൽ സൽക്രമം ചെയ്യാൻ പറ്റുമോ? സേവന പ്രവർത്തനങ്ങൾ ഇടപെടാൻ പറ്റുമോ? ജോലിക്ക് പോകാൻ പറ്റുമോ? ഇത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് വതവല്ലനി, ആരോഗ്യമുണ്ട്, നമ്മുടെ ആരോഗ്യം തിന്മയിലേക്ക് പോകരുത്. സംസാരിക്കാൻ കഴിവുണ്ട്, പക്ഷെ വേണ്ടാത്തരം പറയരുത്. നോവിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. ആഫിയത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ളൊരു ഏറ്റെടുക്കൽ കിട്ടണം. അതാ പിന്നെ ചോദിക്കുന്നത്. വതവല്ലനി ഫീമൻ തവല്ലൈത്, നീ ഏറ്റെടുക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും ഏറ്റെടുക്കണമേ. വതവല്ലനി ഫീമൻ തവല്ലൈത്, എന്നിട്ട് അല്ലാഹുവിനോട് ബർക്കത്തിനെ ചോദിക്കുകയാണ്. വബാരിക് ലീ ഫീമാ അഅതൈത്, നീ നൽകിയതിലെല്ലാം ബർക്കത്ത് നൽകണമേ. പിന്നെ പറഞ്ഞു, റബ്ബേ നിന്റെ ഖലാ, ശർറായ നിന്റെ ഖലായിൽ നിന്ന് നീ എനിക്ക് കാവൽ നൽകണമേ. വഖിനി ശർറ മാ ഖളൈത്. പിന്നെ പറയണത് അല്ലാഹുവിനെ കുറിച്ചുള്ള മദ്ഹ. ഫഇന്നക തഖ്ലി വലാ യുഖ്ളാ അലൈക, അത് അല്ലാഹുവിനെ പറ്റി. നമ്മൾ ആരും ഉമ്മാനെ വാപ്പാനെ അടിച്ചിറക്കത്തൊന്നുമില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നല്ലതുപോലെ വേദനിപ്പിക്കവരെ. എടാ, നമ്മളെല്ലാരും ഉമ്മാനെ തല്ലുവോ? തല്ലത്തില്ല. വാപ്പാനെ തല്ലു ഇല്ല, നമ്മൾ വേദനിപ്പിക്കും. ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ? ഖുർആൻ പറഞ്ഞത് ഉമ്മാനെ തല്ലരുതെന്നല്ല, ഉമ്മാനെ കൊല്ലരുതെന്നല്ല. അള്ളാഹ് പറഞ്ഞ എന്തെന്നറിയോ? നീ ചേ എന്ന് പറയുന്ന വാക്കുപോലും പറയാൻ പാടില്ല. എന്ന് പോലും എന്താ പറഞ്ഞേ? എന്തെങ്കിലും ഒന്ന് കാണുമ്പോ ചേ എന്ന് പറയത്തില്ലേ? ആ ഒരു വാക്കുപോലും നീ നിന്റെ ഉമ്മാനെയും ഉപ്പാനെയും നീ പറയരുത്. പറഞ്ഞ നീ പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇന്ന് വിളിക്കണ എങ്ങനെ? ഉമ്മാനെ കിളവിന്ന്. മക്കളിന്ന് ഉമ്മാനെ വിളിക്കുന്ന എങ്ങനെ? കിളവൻ, കിളവി. ഉമ്മാൻ എങ്ങനെ വിളിക്കുന്ന? കാരണം സത്യം തന്നെ കിളവി തന്നെ. മുടിയൊക്കെ നരച്ചു, തൊലിയൊക്കെ ചുളുങ്ങി കിടക്കണ. ആര് പരിഗണിക്കാൻ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം മനസ്സിലാക്കേണ്ടതെന്നറിയോ? എടാ, ഉമ്മാടെ കാലിനടിയിൽ ആ സ്വർഗം കിടക്കുന്നു. അതിലപ്പുറം ഒരു കഴിവ് പറയാൻ ലോകത്തൊരു കുട്ടിക്കും കഴിയില്ല. ആ കുട്ടി എത്ര ഭാഷ സംസാരിച്ചാലും ഖുർആൻ ഓതാൻ അറിയില്ലേ? കഴിവ് കുറഞ്ഞവനാണ്. തെറ്റുകൂടാതെ ഖുർആൻ ഓതാൻ അറിയാത്ത മോനാണോ നിങ്ങളെ മോൻ? LLB അല്ല, BBC അല്ല, എന്ത് CC പഠിച്ചാലും ശരി, അവന് നിലവാരം കുറവാണ്. ഖുർആൻ നന്നായി പഠിപ്പിക്കണം. അത് മാതാപിതാക്കൾക്ക് വുജൂബാണ്, നിർബന്ധ ബാധ്യതയാണ്. മക്കൾക്ക് ഖുർആൻ ഓത്ത് പഠിപ്പിക്കൽ, അതിന് വലിയ ശ്രദ്ധ പുലർത്തണം. ജീവിതകാലത്ത് മാത്രം ഉപകരിക്കുന്ന ഒരു വിഷയമല്ല ആ ഖുർആൻ പഠനം. ഈ കുട്ടിക്ക് മാത്രം ഉപകരിക്കുന്നതല്ല. മാതാപിതാക്കൾ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത് കൊണ്ട് അല്ലാഹു തആല അവർക്ക് ബഹുമാനം നൽകുന്നത് പാരത്രിക ലോകത്ത് അംബിയാഇന്റെ മുന്നിൽ, ഔലിയാഇന്റെ മുന്നിൽ, ശുഹദാക്കളെ മുന്നിൽ, കോടാനക്കോടി ജനങ്ങളെ മുന്നിൽ സ്വർഗത്തിലെ കിരീടം ധരിപ്പിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ്. ഏറ്റവും വലിയ ബഹുമാനം ബാപ്പക്കും ഉമ്മക്കും കിട്ടുന്നത് ആ ദിനത്തിലാണ്. അതിനവർ ചെയ്യേണ്ടത് എന്താണ്? മക്കൾക്ക് ഖുർആനോത്ത് കൃത്യമായി പഠിപ്പിക്കണം. അതിന് തടസ്സം നിൽക്കരുത്. അതൊക്കെ അത്ര മതിന്ന് ചിന്തിക്കരുത്. ഇതൊക്കെ കുട്ടി അങ്ങ് പഠിച്ചോളും എന്ന് അശ്രദ്ധ മൂലം അങ്ങനെ ഒരു പാമ്പർച്ചിലോടെ പോകും ചെയ്യരുത്. കൃത്യമായ ഉത്തരവാദിത്വം നിർവഹിക്കണം.